സിനിമയിലെ സ്ത്രീകളെ ഉപഭോഗ വസ്തുവാക്കണു എന്ന് പാർവതിയെ കൊണ്ട് പറയിപ്പിച്ച ഗീതു മോഹൻദാസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് സ്വന്തം സിനിമയിൽ സ്ത്രീ ലൈംഗികത നിറച്ചിട്ട് അത് വിൽക്കാൻ ശ്രമിക്കുന്ന ഗീതു മോഹൻദാസിനെ നമുക്കറിയാം. ഇതൊരു ഇരട്ടത്താപ്പാണെന്നാണ് പലരും പറയാറുള്ളത്. പക്ഷെ ഇതൊരു ഇരട്ടത്താപ്പാണോ? അല്ല, ഇത് പ്യുവർ ബിസിനസ് ആണ്. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് സിനിമയുടെ ടീസർ ഇന്നലെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഇരിക്കുന്ന യുവതലമുറയും തിയേറ്ററിൽ എപ്പോഴും പാഞ്ഞുകൊണ്ടിരിക്കുന്ന ജെൻസി പിള്ളേരും ഈ സിനിമ എങ്ങനെ നോക്കിക്കാണുന്നതെന്ന് അറിയോ? യാഷും കിരിയായിട്ടുള്ള ഹോട്ട് സീന് കാണാൻ പറ്റുമോ? ഋക്കുവിന്റെ ചൂടൻ രംഗങ്ങളും ഉണ്ടാവുമോ? പില്ല എന്ന സിനിമയ്ക്ക് ശേഷം നയൻതാരയുടെ നല്ല അടിപൊളി ഗ്ലാമർ വേഷം കാണാൻ പറ്റുമോ? അതോ ഉമാ ഖുറേഷിന്റെ ചൂടൻ രംഗങ്ങളും ഉണ്ടാവുമ്പോ? ഇതൊക്കെയാണ് ജെൻസി പിള്ളേർ നോക്കുന്നതും കമന്റ് ഇടുന്നതും. ഇനി ടോക്സിക് സിനിമയിൽ എന്ത് വലിയ മെസ്സേജ് പറയുകയാണെങ്കിലും ഈ സിനിമ വിറ്റുപോകുന്നത് ഇതുപോലെ ഹോട്ട് സീനിലൂടെ തന്നെയായിരിക്കും. ഇവിടെയാണ് ഗീതു മോഹൻദാസ് എന്ന സംവിധായകന്റെ മാസ്റ്റർ ബ്രെയിൻ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാണേണ്ടത്. മാഷ് കൊമേഴ്ഷ്യൽ സിനിമയിൽ റീച്ച് ആവണമെങ്കിൽ ആദ്യം മിക്കപ്പോഴും ഒരു സ്ത്രീന്റെ ഹൈറ്റ് ആൻഡ് ഡാൻസ് തന്നെയായിരിക്കും മിക്കപ്പോഴും ഇറക്കുക. ഇത് പണ്ട് കാലത്തും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഗീതു മോഹൻദാസ് ഇവിടെ ചെയ്യുന്നതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ക സിനിമ ബിസിനസ് തന്നെയാണ്. ഒരു മാസ് കൊമേഴ്ഷ്യൽ ബിഗ് ബഡ്ജറ്റ് സിനിമ തിയേറ്ററിൽ ഹിറ്റ് ആവണമെങ്കിൽ അതിൽ തിയേറ്ററിൽ ആദ്യം തന്നെ ടീനേജ് കുട്ടികളും യുവ പ്രേക്ഷകരും കയറിയേ പറ്റുള്ളൂ. ഇപ്പൊ എത്ര വലിയ സ്ത്രീ പുരോഗമനം പറഞ്ഞാലും ഒരു തിയേറ്ററിൽ 100 ആണുങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിലൊരു 5 സ്ത്രീകളെ ഇപ്പോഴും കാണാറുള്ളൂ. അപ്പൊ ഈ ആണുങ്ങൾ കയറിയാൽ മാത്രമേ സിനിമ ഹിറ്റ് ആവുള്ളൂ. തിയേറ്റർ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമ എടുത്ത ബോക്സ് ഓഫീസിൽ കളക്ഷൻ ഒന്നും വരില്ല. അതുകൊണ്ട് സിനിമയിൽ ഒരു വശത്ത് ടോക്സിക് എന്ന പേര് അന്വർത്ഥമാക്കുന്ന മാസ് എലമെന്റും മറുവശത്ത് പുരുഷന്മാരെ തിയേറ്ററിലേക്ക് ആകർഷിക്കാൻ പോകുന്ന ഗ്ലാമറസ് പാക്കേജും ഇത് പക്കയായിട്ട് ഗീതു മോഹൻദാസ് പ്ലാൻ ചെയ്തിട്ട് അതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുമുണ്ട്. അന്ന് ഗീതു മോഹൻദാസ് വിമർശിച്ച കാര്യങ്ങൾ ഇന്ന് അതിനെക്കാട്ടിലും വലിയ സ്കെയിലിൽ സ്വന്തം സിനിമയിൽ അതെന്തായാലും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, സിനിമയെ ഒരു ബിസിനസ്സായി മാത്രം കണ്ട് അതിൽ ബിസിനസ്സിൽ വേണ്ട ചേരുവകളെല്ലാം സിനിമയിൽ ചേർത്തിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി തിയേറ്ററിൽ ആളെ കയറ്റാൻ ശ്രമിക്കുന്ന ഗീതു മോഹൻദാസിന്റെ ബുദ്ധിയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണോ? അതോ അന്ന് കസബയെ കുറ്റം പറഞ്ഞ ഗീതു മോഹൻദാസ് അതിലും വലിയ ഗ്ലാമർ സിനിമയായിട്ട് വരുന്ന ടോക്സിക്കിനെ കൊണ്ടുവരുമ്പോൾ ഇത് ഗീതു മോഹൻദാസിന്റെ ഇരട്ടത്താപ്പാണെന്ന് നമ്മളിപ്പോ കുറ്റം പറയണോ? ഇത് ടോക്സിക്കിന്റെ മാത്രം പ്രശ്നമല്ല. ഇന്ന് രാവിലെയാണ് കല്യാണി എന്ന സോങ്ങിന്റെ വീഡിയോ സോങ് കണ്ടത്. ആ പാട്ട് കേട്ട് നന്നായിട്ട് തന്നെ ഞാൻ ആസ്വദിക്കുകയും ചെയ്തു. അതിന്റെ വിഷ്വൽ എങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവും. ടോക്സിക് ആണെങ്കിലും കല്യാണി ആണെങ്കിലും ഇനി ബാക്കി എന്ത് മാസ് സിനിമ വന്നാലും ബിസിനസ് നടക്കണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിൽ ചേർത്തേ പറ്റുള്ളൂ. അൾട്ടിമേറ്റ്ലി സിനിമ ഒരു ബിസിനസ് ആണ്. അപ്പൊ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതെങ്ങനെയെങ്കിലും വിൽക്കുക, അത് മാത്രമായിരിക്കണം ഒരു ബിസിനസ്സുകാരന്റെ ലക്ഷ്യം. അതന്നെ ഇവര് ഇവിടെ ചെയ്യുന്നുള്ളൂ. എന്നൊക്കെയായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ എഴുതും.